പോയവർക്കും പോകാനിരിക്കുന്നവർക്കുമൊക്കെ അത്തരം ഓർമ്മകളുണ്ടെങ്കിൽ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അതിലുണ്ടാകാവുന്ന നഷ്ടലാഭങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ ധാരണയുണ്ടെങ്കിൽ അവനും നന്നാവും, മനുഷ്യ സമൂഹവും നന്നാവും, ലോകത്ത് നന്മകളെ ഉണ്ടാവും. മറുഭാഗം പറയും, അതിന്റെ മറ്റൊരു വശമുണ്ട്. വസ്ത്രങ്ങൾ പലതിന്റെയും പ്രതീകമാണ്. അധികാരത്തിന്റെ പ്രതീകമാണ്, അലങ്കാരത്തിന്റെ പ്രതീകമാണ്, ആർഭാടത്തിന്റെ പ്രതീകമാണ്, അടയാളങ്ങളുടെ പ്രതീകമാണ്. ഓരോരുത്തരിട്ട വസ്ത്രങ്ങൾ ഓരോന്നിനെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കളറുകള്, വർണ്ണങ്ങള്, വസ്ത്രങ്ങള്, അതിന്റെ യൂണിഫോമിറ്റി, ഇതൊക്കെ തന്നെയും പലതിനെയും പലതുകളെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. കൊടിവർണ്ണങ്ങൾ മുതൽ മനുഷ്യൻ ധരിച്ചിരിക്കുന്ന ഇന്ത്യയിലിപ്പോ കാവി പരസ്യങ്ങൾ മുതൽ നിങ്ങൾ എടുത്ത് വിശേഷിച്ചുമുണ്ട്. ടെലിവിഷനിലൊക്കെ പരസ്യം കാണുമ്പോൾ ഇപ്പോ കാവി, എല്ലാവർക്കും ഇപ്പൊ കാവിയാണ് വേണ്ടത്. ഒരു കളറ് തെരഞ്ഞു വരികയാണ്. പാകിസ്ഥാനിലാകുമ്പോൾ പച്ചയും കാവി എതിരാണെന്ന് വരെയൊക്കെയുള്ള സംഗതികളിലേക്ക് പോവും. ആ കളറുകളും അതിന്റെ വസ്ത്രങ്ങളും ഉയർത്തുന്ന സന്ദേശങ്ങളുണ്ട്. കേവലം ഒരു പരസ്യമല്ലാതെ, ഒരു കളറല്ലാതെ, ഒരു സംഘം, ഒരു സമൂഹം, ഒരു ജനത ഒക്കെ പ്രതിനിധീകരിക്കുന്ന നിലപാടുകളുടെ, ആശയങ്ങളുടെ, നടപടികളുടെ, പ്രയോഗങ്ങളുടെ, പ്രബോധനങ്ങളുടെ അവരുടെ മൊത്തം ആകത്തുകയെ ആ ഒരു കളറിലൂടെ നമ്മുടെ മുമ്പിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ത്രിവർണ്ണാണെങ്കിലും ശരി, പച്ചയാണെങ്കിലും ശരി, കറുപ്പാണെങ്കിലും ശരി, ചുവപ്പാണെങ്കിലും ശരി. എന്നിട്ട് അതിനനുസരിച്ച് കാവി തുണി വരുന്നുണ്ട്, പച്ചത്തുണി വരുന്നുണ്ട്, ചുവപ്പ് തുണി വരുന്നുണ്ട്. വസ്ത്രം നമ്മളറിയാതെ നമ്മൾ തന്നെ പലരും നമ്മളെ ചുറ്റുകയാണ്, നമ്മളെ പൊതിയുകയാണ്, നമ്മൾ അതിലേക്ക് പൊതിയപ്പെടുകയാണ്. അങ്ങനെ അധികാര, ആഡംബര, അലങ്കാര, ആഘോഷ, ആചാര, അടയാള വസ്ത്രങ്ങളടക്കം ഉള്ളിടത്ത് അതിനുവേണ്ടി മനുഷ്യൻ, ഞാൻ ഇതിന്റെ അടയാളമാണ്, ഞാൻ ഈ അധികാരത്തിന്റെ പ്രതീകമാണ്, ഞാൻ ഈ ആഘോഷത്തിന്റെ പ്രതിനിധിയാണ്, ഞാൻ ഈ ആർഭാടത്തിന്റെ നാട്ടുകുറിയാണ്, ഇങ്ങനെ പലതിനെയും മനുഷ്യൻ വസ്ത്രം കൊണ്ട് പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിട്ട വസ്ത്രങ്ങളൊക്കെ എന്തിനാണ് പ്രതിനിധീകരിക്കുക എന്നുള്ളത് അല്ലാഹു ആലം. കാരണം ആരാണ് നമ്മളിത് ഇടിയിക്കുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ ഈ വസ്ത്രത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നും എനിക്ക് നിങ്ങൾക്കൊന്നും വല്ലാതൊന്നും അറിയില്ലേ. നമ്മള് തമാശക്കുന്ന ആളെ പറഞ്ഞ് ഇവിടെ അതിലേക്ക് പോകണല്ലോ, അപ്പൊ വിഷയം വേറെ ഒഴുകി പോവും. പലതിനും വസ്ത്രങ്ങൾ അടയാളമാണ്. അല്ലാഹു പറയുന്നു, എല്ലാ വസ്ത്രവും ഊരി വെച്ചു. നീ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അടിമത്വത്തിന്റെ, അധമത്വത്തിന്റെ, നിന്നെ മനുഷ്യനാക്കുന്നതിൽ നിന്ന് തടയുന്നതിന്റെ, മനുഷ്യത്വത്തെ നീ പ്രതിനിധീകരിക്കുന്നതിന്റെ നിലപാടുകളിൽ നിന്ന് നിന്നെ പലതാക്കി, പല കമ്പാർട്ട്മെന്റുകളിലാക്കി, പല സ്വഭാവത്തിലാക്കി. ആരാണോ യജമാനന്മാർ, ആ യജമാനന്മാരുടെ താൽപര്യങ്ങൾക്കനുസൃതമായി നിങ്ങൾ ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിലെ വസ്ത്രം വളരെ വലിയ ചർച്ചയാണ്. ലിബാസു തഖ്വ, നിന്റെ വസ്ത്രത്തെ നീ വൃത്തിയുള്ളതാക്കി വെക്കുക. സാംസ്കാരികമായി, മൂല്യപരമായി, ധാർമ്മികമായി, സാമൂഹികമായി മാന്യതയുള്ള വസ്ത്രങ്ങൾ. എന്താണ് മാന്യതയുള്ള വസ്ത്രം എന്ന് പോലും എനിക്ക് നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയില്ല. നാടോടുമ്പോൾ നടുവെ ഓടുക എന്നുള്ളതാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പെരുന്നാളൊക്കെ നമ്മളൊക്കെ വസ്ത്രം എടുക്കുമ്പോഴേ എന്ത് തരം വസ്ത്രമാണ് നമ്മൾ ഇടുന്നത്? ആരാണ് ധരിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മളെ കഫൻ ചെയ്യുകയാണവർ. അവരാഗ്രഹിക്കുന്ന മയ്യത്തുകളിൽ കഫൻ ചെയ്യുന്നത് പോലെ ജീവനുള്ള മനുഷ്യനെ ഈ കുളിപ്പിക്കുന്നവർ, കളിപ്പിക്കുന്നവർ, അരങ്ങ് നിയന്ത്രിക്കുന്നവർ, കാര്യങ്ങളെ അകത്തളങ്ങളിൽ റിമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരുടെ വസ്ത്രങ്ങൾ അണിയിച്ച് മനുഷ്യനെ പലതാക്കി, പലതിലേക്ക് മാറ്റി പോരടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പറയാം, എല്ലാ വസ്ത്രവും, നിന്റെ മതകീയ വസ്ത്രങ്ങൾ, നിന്റെ രാഷ്ട്രീയ വസ്ത്രങ്ങൾ, നിന്റെ ഉദ്യോഗത്തിന്റെ വസ്ത്രങ്ങൾ, നിന്റെ ജാതിയുടെ വസ്ത്രങ്ങൾ, നിന്റെ ദേശീയതയുടെ വസ്ത്രങ്ങൾ, നിന്റെ വംശീയതയുടെ വസ്ത്രങ്ങൾ, നിന്റെ പാർട്ടിയുടെ വസ്ത്രങ്ങൾ ഒക്കെ അഴിക്കുക. അള്ളാഹുവിന്റെ വസ്ത്രം എടുക്കുക.
സിബ്ഗത്തുല്ലാഹ്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ. ചായം കാവിയും പച്ചയും നീലെ വെള്ളയൊന്നുമല്ല ഈ പൂശേണ്ടത്, അള്ളാഹുവിന്റെ വർണ്ണമാണ് സ്വീകരിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീർഘമായ ചരിത്രത്തെ അയവിറക്കിക്കൊണ്ട് ഖുർആൻ പറയുന്ന ഭാഗത്താണ് ഖുലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില. ഇബ്രാഹിമിന് അവതരിപ്പിക്കപ്പെട്ടതിൽ, ഇസ്മായിലിന് അവതരിപ്പിക്കപ്പെട്ടതിൽ, ഇസ്ഹാഖിന് അവതരിപ്പിക്കപ്പെട്ടതിൽ, യാക്കൂബിനും യൂസുഫിനും സന്തതികൾക്കും മൂസാക്കും ഈസാക്കും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ജനങ്ങൾ പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യാനിയാവുക, നിങ്ങൾ യഹൂദനാവുക, നിങ്ങൾ അറബിയാവുക, നിങ്ങൾ പാകിസ്ഥാനാവുക, നിങ്ങൾ തൊഴിലാളിയാവുക, നിങ്ങൾ മുതലാളിയാവുക, നിങ്ങൾ സവർണനാവുക, നിങ്ങൾ അവർണനാവുക, നിങ്ങൾ മുന്തിയവനാവുക, നിങ്ങൾ താഴ്ന്നവനാവുക, അവരെ രക്ഷപ്പെടൂ. ഇതാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവർ പറയുന്നത്. നിങ്ങൾ പലതുമാവുക. അപ്പൊ അല്ല പറയാണ്, ആ വർത്താനം വേണ്ട, നീ പറയ് ഖൂലു ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിലാണ് വിശ്വസിക്കുന്നത്. സവർണ അവർണ, തൊഴിലാളി മുതലാളി, അമേരിക്ക അറബി, ഇന്ത്യ പാകിസ്ഥാൻ, അങ്ങനെ തുടങ്ങിയിട്ട് കറുത്തവൻ വെളുത്തവൻ, ജാതി മത വർഗ സമുദായ ദേശഭാഷകളുടെ അകത്തളങ്ങളിൽ അല്ല ഞങ്ങളുള്ളത്. മഹാപ്രവാചകന്മാർ റിമോട്ട് ചെയ്ത പ്രബോധനം ചെയ്ത ഉജ്ജ്വലമായ ആശയങ്ങളിൽ വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവനെ മാത്രം അനുസരിക്കുന്നവരാണ്. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറഞ്ഞത് സിബ്ഗത്തുല്ലാഹ്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ. ചായം നിങ്ങൾ അള്ളാഹുവിന്റെ ചായമാണ് വെക്കേണ്ടത്. ക്യാപിറ്റലിസത്തിന്റെ ചായമുണ്ട്, ഇമ്പീരിയലിസത്തിന്റെ ചായങ്ങളുണ്ട്, സയണിസത്തിന്റെയും ഫാസിസത്തിന്റെയും ചായങ്ങളുണ്ട്, കെട്ട മതങ്ങളുടെയും മതേതര പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ചായങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അനവധി, എല്ലാവരും മോശക്കാരാണെന്നുള്ള അർത്ഥത്തൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലക്ക് അടിസ്ഥാനങ്ങളെ തിരിച്ചറിയാതെ മയ്യത്ത് പോലെ മറ്റുള്ളവർക്ക് കഫൻ ചെയ്യാൻ ആധുനിക പോസ്റ്റ് ട്രൂത്ത് കാലത്തിന്റെ കോർപ്പറേറ്റ് ഭീമന്മാർ മുതൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മാമൂലുകളിൽ മുക്കി വേഷവിധാനങ്ങൾ കൊണ്ട് കാവിയും പച്ചയും അണിയിച്ച് മനുഷ്യത്വത്തെ വൈകൃതമാക്കുന്ന പൗരോഹിത്യങ്ങളുടെ വസ്ത്രത്തെ അടക്കം ഹോളിവുഡും ബോളിവുഡും പ്രമോട്ട് ചെയ്യുന്ന ക്യാപിറ്റലിസത്തിന്റെയും ഇമ്പീരിയലിസത്തിന്റെയും വസ്ത്രങ്ങളെ അടക്കം. അതുകൊണ്ടുള്ള തുണി കുപ്പായം ഊരിപ്പോണമെന്നൊന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. എഹ്റാമില് വെറുതെ കെട്ടാൻ പറഞ്ഞൊന്നുണ്ടല്ലോ. അതുകൊണ്ട് ജാതി മതവർഗ ദേശ ഭാഷ സമുദായത്തിന്റെ വസ്ത്രക്കളത്തിലേക്ക് നിങ്ങൾ അഴിച്ചു വെക്കൂ. എന്നിട്ട് അള്ളാഹിന്റെ വർണ്ണം സ്വീകരിക്കും, വിശുദ്ധിയുടെ വർണ്ണം സ്വീകരിക്കും. വെള്ള അതിന്റെ പ്രതീകമാണ്. കലർപ്പില്ലാത്ത, കുത്തുവീഴാത്ത, കളറ് വരക്കാത്ത, മലിനമാകാത്ത വിശുദ്ധിയുടെ അങ്ങനെ ഹാജിയെ അള്ളാഹു കൊണ്ടുവരികയാണ് ഇഹ്റാമിലേക്ക്. രണ്ടാമത്തെ അർത്ഥം ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോഴും വെള്ളത്തുണി തന്നെ ആ വെള്ളത്തുണി പോലെ നിഷ്കളങ്കമായി നിങ്ങൾ പോകണം. വളരെ ശുദ്ധമായ അവസ്ഥയിൽ. അന്ന് നിങ്ങൾ കള്ളിക്കുപ്പായവും പാന്റും കാവിയും പച്ചയും വെള്ളയും ഒന്നും പൊതിഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ആരൊക്കെയാണോ ആ വസ്ത്രങ്ങളെ പ്രൊമോട്ട് ചെയ്തത്, ആ വസ്ത്രങ്ങളെ നിങ്ങളിൽ ചുറ്റിയവരും നിങ്ങളും തുല്യരാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും വസ്ത്രം അണിഞ്ഞിട്ട് നിങ്ങൾ പോകേണ്ട കാര്യം ഇല്ല. മനുഷ്യനാവാൻ, നിഷ്കളങ്കരായ മനുഷ്യനാവാൻ. അതിനാണ് അറഫയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. അറഫ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയുക എന്നുള്ളതാണ്. അറിയുക. സാധാരണ അറിവിന് ഇൽമ് എന്നാണ് പറയാം. ഒരു പ്രാഥമികമായ അറിവ്, ഒരു പൊതുവായ അറിവ്, MBBS അറിവ്. പിന്നെയാണ് സ്പെഷ്യലൈസ് ചെയ്യാം നമ്മൾ, വിഷയങ്ങളെ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് അറിയാം. അതിനാണ് അറബിയിൽ അറഫ എന്ന് പറയാം. മിനിമം ലെവൽ അറിവല്ല, കാര്യങ്ങളുടെ ആഴവും പരപ്പും അടിയൊഴുക്കുകളും. കടല് എങ്ങനെയാണ് ഉണ്ടാവുക? ചടിയിലെ ഒഴുക്ക് ചിലപ്പോ തെക്കോട്ടായിരിക്കും, ചിലപ്പോ വടക്കോട്ടായിരിക്കും. ഇത് നമ്മൾ കാണില്ല. നമ്മൾ നോക്കിയിട്ട് കടല് ശാന്തമാണ് എന്ന് പറയും. ആ കടലിലേക്ക് നമ്മൾ എടുത്തുകയാണ്. അടിയൊഴുക്കുകൾ നമ്മളെ കണ്ടുപോകും. അടിയൊഴുക്കറിയുന്നവൻ, കാര്യങ്ങളുടെ ന്യൂക്ലിയസ് മർമ്മം തിരിച്ചറിവുള്ളവൻ, ഇതാണ് അറഫ എന്ന് പറഞ്ഞാൽ. അതാണ് ഇന്നത്തെ മനുഷ്യന് ക്യാപിറ്റലിസവും ഇമ്പീരിയലിസവും സയണിസവും ഫാസിസവും ഒക്കെ അങ്ങനെ പറയുമ്പോൾ പൊളിറ്റിക്കലാണെന്നൊക്കെ നമുക്ക് തോന്നും. പറയാതിരിക്കാൻ നമുക്ക് വയ്യതാണ്. കാരണം ആരാണ് നമ്മളിങ്ങനെ വിഡ്ഢിവേഷം കെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കാര്യങ്ങൾ അറിയണം. അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഒന്ന് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. ഒരു ചർച്ചയിൽ അള്ളാഹിനെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ദൈവത്തിന്റെ അവതാരമായി സ്വയം ചമഞ്ഞ് പ്രഖ്യാപിക്കും. എന്താണ് ദൈവം?
ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്താ സങ്കല്പിക്കേണ്ടത്? കലാപത്തിന്റെയും വർഗീയതയുടെയും സാമുദായികതയുടെയും ജാതീയതയുടെയും വംശീയതയുടെയും പ്രതിരൂപങ്ങളെ ദൈവദൂതനായി ദൈവമായി അയക്കുന്ന ദൈവം. ദൈവത്തെക്കുറിച്ച് പോലും ഇവർ വരച്ചു വെക്കുന്ന ചിത്രങ്ങൾ നമുക്കറിയാത്തതുകൊണ്ട്, ഇവരാൽ നിയന്ത്രിക്കപ്പെടുന്ന അനുയായികൾക്ക് ദൈവത്തെക്കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് ശരിയായ വീക്ഷണങ്ങളും നിലപാടുകളും ഇല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയാധികാരത്തിന്റെ മണ്ഡലത്തിലേക്ക് പോകും ദൈവത്തിനെ ഒളിച്ചു കടത്തി വിജയിച്ചെടുക്കുന്നതിനുള്ള സൂത്രവാക്യമാക്കി ഉപയോഗിക്കപ്പെടുന്നിടത്ത് ദൈവം സ്വകാര്യമായ ഇടപാടുകളാക്കി. നമ്മൾ പറഞ്ഞല്ലോ, പാർലമെന്റിൽ ദൈവമില്ല, പള്ളിയിലുമില്ല, പള്ളിക്കൂടത്തിലില്ല, പഞ്ചായത്തിലില്ല, പള്ളിയിൽ വെച്ചോന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിഷ്ഠയാക്കി, വിഗ്രഹമാക്കി, നിങ്ങളുടെ ഒരു സ്വകാര്യ സാധനമാക്കി വെച്ചോ. റോട്ടിലേക്ക്, നാട്ടിലേക്ക്, വീട്ടിലേക്ക്, സമ്പത്തിലേക്ക്, സംസ്കാരത്തിലേക്ക്, കലയിലേക്ക്, സാഹിത്യത്തിലേക്ക്, വിദ്യാഭ്യാസത്തിലേക്ക് ഒന്നും കൊണ്ടുവരരുത്. സ്വകാര്യമായ ദൈവം അല്ലാഹുവിനെ അറിയൽ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്നാണ്. അല്ലാഹുവിനെ അറിയാൻ, അവന്റെ സന്ദേശങ്ങളെ അറിയാൻ, അവൻ നിങ്ങളിൽ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളെ അറിയാൻ. വാ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തെ ഓഹരി വെച്ചിട്ടില്ല, ഞങ്ങൾ ആർക്കും പങ്കു കൊടുത്തിട്ടില്ല. നിനക്ക് മാത്രമാണ് ജീവിതം, നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ജീവിതം, നീ പറഞ്ഞതിലൂടെ മാത്രമാണ് ഞങ്ങളുടെ ജീവിതം. ഇന്നൽ ഹംദ വന്നഅമത ലക വൽ മുൽക്ക്, എല്ലാ സ്തോത്രങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ അധികാരങ്ങളും നിനക്ക് മാത്രമാകുന്നു. സ്തോത്രം ഇവിടെ സിനിമാ താരങ്ങളെ മുതൽക്ക് സ്തുതിച്ചുകൊണ്ടെടുക്കണം. ഇവിടെ നമ്മുടെ സ്തോത്രമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കേവല സിനിമാ താരങ്ങൾ എന്നിട്ട് അതിന് ചെയ്ത് തിരിയാം. മമ്മൂട്ടിയാണോ മുന്തിയത്, മോഹൻലാലാണോ മുന്തിയത്, ആരാണ് നമ്മളുടെ ആള്, എന്നിട്ട് അതിന്റെ കുപ്പായിടുക. ആരാണ് അതിൽ മെച്ചപ്പെട്ടത്? അയാളാണോ ഇയാളാണോ, മെസ്സിയാണോ റൊണാൾഡോയാണോ? ഇങ്ങനെ പോവാണ് ഈ സാധനം. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ ആ നേതാവാണോ ഈ നേതാവാണോ, ആ മത നേതാവാണോ ഈ മത നേതാവാണോ, ആ സംഘടനയാണോ ഈ സംഘടനയാണോ, എന്നിട്ട് അവരെയൊക്കെ വാഴ്ത്തി, അവരെയൊക്കെ ഊതി വീർപ്പിച്ച് ഈ സാധാരണ മനുഷ്യൻ, നമ്മളെപ്പോലത്തെ മനുഷ്യരെ മഹാവിഗ്രഹങ്ങളായി പ്രതിഷ്ഠിക്കുന്നു. അവിടെയാണ് നമ്മളോട് പറയാൻ പോകുന്നത്, ഇന്നൽ ഹംദ, ഞങ്ങളുടെ എല്ലാ സ്തോത്രങ്ങളും നിനക്ക് മാത്രമാകുന്നു. അവിടെ സമുദായ, ജാതി, മത, വർഗ, ദേശ, ഭാഷ ഒരു പരിഗണനകളും ഞങ്ങൾക്കില്ല. ഒരാളെയും വന്നഅമത വലകൽ മുൽക്ക്, നിനക്കാണ് അധികാരം. അധികാരമില്ലാത്തവരെ, നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യരുടെ അധികാരത്തെ ഭയപ്പെട്ട് നിസ്സഹായരായി ലോകത്തുടനീളമുള്ള മനുഷ്യർ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. യജമാനന്മാരാകുന്ന അധികാരി വർഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കയ്യേറ്റങ്ങൾ, അടിച്ചമർത്തലുകൾ, അധിനിവേശങ്ങൾ ഒക്കെ നോക്കി നിൽക്കണം ആളുകൾ. അധികാരം അവരുടെ കയ്യിലാണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അതിന്റെ മറ്റു വിഷയത്തിലേക്ക് പോടില്ല. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്കതാ സ്വാഗതം. നിന്റെ അടുത്തേക്കാണല്ലോ വന്നില്ല, ഞങ്ങൾ മതക്കാരെ വിളിച്ചിട്ട് വന്നതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തെ എല്ലാ ആഘോഷങ്ങൾക്കും ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. കോർപ്പറേറ്റ്, ഇമ്പീരിയലിസ്റ്റ്, ഫാസിസ്റ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന, അത് ലോകകപ്പ് ഫുട്ബോൾ ആണെങ്കിലും ലോക ക്രിക്കറ്റ് ആണെങ്കിലും മനുഷ്യർ എന്നുള്ള നിലക്ക് നിഷ്കളങ്കമായി ഇപ്പോൾ ഒരുമിച്ച് കൂടുന്നത് സിനിമാ തിയേറ്ററിലും സ്റ്റേഡിയങ്ങളിലുമാണ്. പക്ഷെ അതിന് പോലും പിമ്പുകളുണ്ട്. പിന്നാമ്പുറത്ത് അതിനെ റിമോട്ട് ചെയ്യുന്ന അപകടകരമായ ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് മനുഷ്യത്വത്തെ, പിന്നെ ബാക്കിയൊക്കെ ജാതി, മത, വർഗ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ ഹജ്ജിൽ, അറഫയിൽ നിങ്ങൾ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നു. അവിടെ ഒരു റിമോട്ട് കൺട്രോൾ ഇല്ല, അവിടെ ഒരു ഡീപ് പൊളിറ്റിക്സ് ഇല്ല, വേറെ ആരുടെയോ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ല ഹജ്ജ്. അല്ലാഹുവിന്റേതാണ്. ഏതെങ്കിലും രാഷ്ട്രീയ, മത, സാമുദായിക, സാമ്പത്തിക, ഉദ്യോഗസ്ഥ, വർഗ, സമുദായ, ദേശഭാഷകളുടെ സംരക്ഷണാർത്ഥം നടക്കുന്ന ഒരു പരിപാടിയല്ല. ലോകത്തുടനീളമുള്ള 99.99% പരിപാടികളും ഒരുമിച്ചുകൂടലുകളും വേർതിരിയുന്നതിനും ചേരിതിരിയുന്നതിനും സ്വന്തത്തെ പ്രതിഷ്ഠിക്കുന്നതിനുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഹജ്ജ് മനുഷ്യനെയാണ് പ്രതിനിധീകരിക്കുന്നത്.
അതുകൊണ്ട് മനുഷ്യനെ അറിയുക. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ അറിയില്ലുള്ളൂ. അതുകൊണ്ടല്ലേ ഒരൊറ്റ മുസ്ലിം മന്ത്രി. മുസ്ലിമീങ്ങളിൽ നിന്ന് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ ഏക്, എല്ലാരും ഒന്ന്, എല്ലാവരുടെ വികസനവും, സകല സംവിധാനങ്ങളെയും മന്ത്രിയായി പ്രതിഷ്ഠിച്ചെടുത്ത് ലോകത്തിലെ തന്നെ മുസ്ലിം ജനസംഖ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്ത് നിന്ന് ഒരു മുസ്ലിം മന്ത്രി നൽകപ്പെടാതിരിക്കുന്നുവെങ്കിൽ അത്രമാത്രം അപകടകരമായ വംശീയ, വർഗീയ, സാമുദായിക നിലപാടുകളിലേക്ക് ഭരണകൂടങ്ങൾ മുതൽ അതിന്റെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളടക്കം ചുരുങ്ങുന്ന, ചുളിയുന്ന, സങ്കുചിതമായി പോകുന്ന, അവിടെ അങ്ങോട്ട് പോയിട്ട് ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചോ. നമ്മുടെ വെറുതെ ഇതൊന്നും ഇങ്ങനെ കേട്ടും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഹജ്ജിന്റെ സന്ദേശങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വിപ്ലവാത്മകവും വിമോചനാത്മകവും സംഘർഷഭരിതവുമായ സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ മനുഷ്യനറിയില്ലവർക്ക്. മറ്റവൻ ജാതിയിൽ താഴ്ന്നവനാണ്, അതുകൊണ്ട് നമ്മളെ കൂട്ടത്തൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല. മനുഷ്യനല്ല, ഒരു ഭാഗത്തെ മനുഷ്യനാണെന്ന് പറയുകയും നമ്മുടെ മനുഷ്യത്വത്തെ പരിഹസിക്കുന്ന രീതിയിൽ നമ്മുടെ കൂടെ ഇരിക്കരുത്, നമ്മുടെ കൂടെ പഠിക്കരുത്, നമ്മുടെ കുട്ടിയെ കല്യാണം കഴിക്കരുത്. പ്രേമ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നതിന്റെ നല്ലൊരു സാധനം ജാതി മാറി പ്രേമം നടക്കുന്നുണ്ട്. പ്രേമത്തിന് ഇവരെതിരല്ല, കോർപ്പറേറ്റുകളും എതിരല്ല, പൗരോഹിത്യം എതിരല്ല, മറിച്ച് ജാതി മാറി മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത, മനുഷ്യത്വത്തെ തിരിച്ചറിയാൻ കഴിയാത്ത, അവിടെ വെച്ചിട്ടല്ല പറയാം. ഞാൻ ആ ഭാഗം അവിടെ നിർത്തും. നിങ്ങൾ മനുഷ്യരെ അറിയണം. അറഫയിൽ സംഗമിക്കുന്ന ഇത്രയും മഹത്തരമായൊരു സംഗമം വേറെ അതുണ്ടാവുക? മനുഷ്യത്വത്തെ പ്രതിനിധീകരിക്കാൻ അണ്ടർഗ്രൗണ്ട് റിമോട്ടുകളില്ലാതെ, കൃത്രിമ കാപട്യ കള്ള വികാരങ്ങളില്ലാതെ, അജണ്ടകളില്ലാതെ അല്ലാഹു മനുഷ്യൻ എന്ന് പറയുന്ന സുന്ദരമായ ഭൂമികയിലേക്ക് ലോകത്തുടനീളമുള്ള മനുഷ്യന്റെ പ്രതിനിധികളായി ആസ്ട്രേലിയ മുതൽ അമേരിക്ക വരെ, ഇന്തോനേഷ്യ മുതൽ ഇറാഖ് വരെയുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന, അതുകൊണ്ടാണ് ഹജ്ജ് അറഫ. നിങ്ങൾ മനുഷ്യർ, അവിടെ റസൂലിന്റെ പ്രഭാഷണം നടന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ വായിക്കണതൊക്കെ. അറഫയിൽ അറഫ ചരിത്ര പ്രധാനമാകുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള വളരെ ചെറിയ സമയം കൊണ്ട് നിർവഹിച്ച അത്യുജ്വലമായ പ്രഖ്യാപനങ്ങളുണ്ട്. മനുഷ്യനെക്കുറിച്ച്, മനുഷ്യാവകാശത്തെക്കുറിച്ച്, സ്ത്രീയെക്കുറിച്ച്, സമ്പദ്ഘടനയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ നടത്തിയ പ്രഭാഷണം. മനുഷ്യർക്ക് വേണ്ടി ഇത്രയും കരുത്തോടുകൂടി ലോകത്ത് മറ്റൊരു പ്രഭാഷണം നിർവഹിക്കപ്പെട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകണമെന്നില്ല. ലാ അറബിയ ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ. അറബിക്ക് ഒരു പ്രത്യേകതയില്ല അറബിയല്ലാത്തവനേക്കാൾ. വലാ അജമിയ്യിൻ അലാ അറബിയ്യിൻ. അറബിയല്ലാത്തവന് അറബിയേക്കാൾ പ്രത്യേകതകളില്ല. കറുത്തവന് വെളുത്തവനേക്കാളും, വെളുത്തവന് കറുത്തവനേക്കാളും ഒരു പ്രത്യേകതയുമില്ല. എല്ലാരും ഒരു ചീർപ്പിലെ പല്ലുപോലെയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ ധാർമ്മികതയുള്ളവന്, മൂല്യമുള്ളവന്, നന്മയുള്ളവന്, അത് ജാതി, മത, വർഗ, സമുദായ, ദേശ, ഭാഷ സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ പറ്റില്ല. പലിശയെ കെട്ടുകെട്ടിച്ചതായി പ്രഖ്യാപിച്ചു റസൂൽ അറഫയില്. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും പ്രശ്നസങ്കീർണമായ പലതിന്റെയും അടിസ്ഥാനമാണ് പലിശ. നമ്മുടെ അറഫ എന്ത് പ്രഖ്യാപിക്കപ്പെടുന്നല്ലോ വേറെ കഥയാണ്. പക്ഷെ റസൂൽ അറഫയിൽ വെച്ചതാ എന്റെ മൂത്താപ്പ അബ്ബാസ്, എന്റെ സഹപ്രവർത്തകരും എളാപ്പയുമായ അബ്ബാസിന്റെ പലിശ കച്ചവടം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ മൊത്തം 100 അബ്ബാസ് നടത്താൻ പറ്റില്ല. ഈ ഫൈനാൻസിയേഴ്സ്, ഈ KFSC ഇനി അബ്ബാസിനെ നടത്താൻ സമ്മതമില്ല. അബ്ബാസിന് മൂലധനം എടുക്കാം, നിക്ഷേപിച്ച അടിസ്ഥാന പണം എടുക്കാം, പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഇനി ഇടപാട് നടത്തുന്ന പരിപാടി ഞാനിതാ സ്വന്തം കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവന്, നമ്മളൊക്കെ ആരാന്റെ ഇത് പിടിക്കാനാ പോവുക? നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ പാർട്ടികൾ, നമ്മുടെ സംഘടനകൾ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ ആളുകളൊക്കെ വിടും. അന്യരെ പിടികൂടിയിട്ട് നിയമം നടത്താനാണ് നമുക്ക് താല്പര്യമുള്ളത്. പക്ഷേ നബി ആദ്യം ഇനി കൊല്ലരുത്, രക്തത്തിന് വേണ്ടിയുള്ള കൊലപാതകങ്ങൾ, ഞാൻ പറഞ്ഞത് വളരെ മനോഹരമായ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അറിയാനും മനുഷ്യത്വത്തെ അറിയാനും ഒക്കെയുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനമായി.
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജ് സാമൂഹിക രംഗത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്തെ കോർപ്പറേറ്റ് ഭീമന്മാർക്കും സാമ്രാജ്യത്വ ശക്തികൾക്കും സംഘപരിവാറിനെ പോലത്തെ വംശീയ പ്രസ്ഥാനങ്ങൾക്കും ഭയാനകമായ ഉൾസ്ഫോടനങ്ങൾ, ഭയപ്പെടുത്തലുകൾ നടത്തുന്ന സംഗമമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. അവരുടെ കൃത്രിമമായ എല്ലാ താല്പര്യങ്ങളുടെയും ഒളി അജണ്ടകളെ പൊളിച്ചു മാറ്റി മനുഷ്യനെയും മനുഷ്യത്വത്തെയും നന്മയെയും മൂല്യങ്ങളെയും ദൈവികതയെയും ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ഖുർആൻ പറഞ്ഞു ലൈസാലൈക്കും ജുനാഹുൻ തബ്തഗു ഫളലൻ മിൻ റബ്ബിക്കും. പണ്ട് ഹജ്ജിനൊന്നും പോകുമ്പോൾ പിന്നെ അനങ്ങാൻ പറ്റൂല എന്നൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നു. ഒരു കച്ചവടം ചെയ്യാൻ പാടില്ല, ഒരു സാധനം വാങ്ങാൻ പാടില്ല, ആത്മീയത എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സാധനമാണല്ലോ. അതിന് പ്രത്യേക കുപ്പായുണ്ട്, അതിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തോ ഒരു സാധനമായിട്ട് മാറണം. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ആ കള്ളിയൊക്കെ അള്ള പൊളിക്കുക. അങ്ങനത്തെ കുപ്പായം, അതായത് ഹജ്ജിന് പോകുമ്പോൾ ആരും സാധനം പോലും കൊണ്ടുപോകരുത്. അവൻ അള്ളാനെ തവക്കുൽ ചെയ്തിട്ടാണ് പുറപ്പെടുക ഹജ്ജിന്. എങ്ങനെ ഒക്കെ അള്ള തന്നോളും എന്നും പറഞ്ഞിട്ട് ആ കളിയൊന്നും വേണ്ട. അങ്ങനെയൊക്കെയുള്ളപ്പോ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് വിശുദ്ധമായ പുണ്യകരമായ ഒരു ആത്മീയത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് പിന്നെ അനങ്ങാൻ പാടില്ല. ഒരു കച്ചവടോ ഒരു ഏർപ്പാടോ കൊടുക്കലോ വാങ്ങലോ ഒന്നും അതിലൊന്നും നിങ്ങൾ അടങ്ങാറാവണ്ട. അതൊക്കെ നിങ്ങൾ ചെയ്തോ. പക്ഷെ നിങ്ങൾ അറഫയിൽ നിന്ന് പോയാൽ, മഷ്അരിൽ ഹറാമിൽ മുസ്ദലിഫയിൽ എത്തിയാൽ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക. അവിടെയൊക്കെ നല്ല വിശദീകരണങ്ങളുണ്ട്. അത് പറയാൻ നമ്മുടെ മുമ്പിൽ ഇപ്പൊ സമയം അതിലേക്ക് കടന്നു പോകണില്ല. മുമ്പ് നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതുപോലെ നിങ്ങൾ ഓർമ്മിക്കുക. വൈകുന്തം മിൻ ഖബ്ലിഹി ലമിനൽ ളാലിൻ. ഇതിനു മുമ്പ് നിങ്ങൾ വഴികേടിലായിരുന്നു. ഇതിന് വിശദീകരിക്കുന്നിടത്ത് മുഫ്സറുകൾ പറയുന്നത് അറഫയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓരോ ഗോത്രം അങ്ങോട്ട് കൂടും, ഈ ഗോത്രം അവിടെ ഇരിക്കും, ഈ ഗോത്രം ഇങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് പിന്നെ പോലെ സംഗമിച്ചിട്ട് നമ്മളെ ഗോത്രം ഭയങ്കരമാണ്, നമ്മളെ പാർട്ടി ഭയങ്കരമാണ്, നമ്മളെ മതം ഉഷാറാണ്, നമ്മളെ ജാതി ഉഷാറാണ്, ആ കുടുംബം മഹാഭയങ്കരമാണ് എന്ന് പറഞ്ഞിട്ട് വംശജാതി സമുദായ വർഗ ഗോത്ര മഹിമകൾ പറഞ്ഞിട്ട് ചേരി തിരിഞ്ഞുകൊണ്ട് അറഫയുടെ അല്ലെങ്കിൽ ഹജ്ജിന്റെ പിരിയലുകൾക്ക് ശേഷം ഒരുമിച്ചുകൂടെ അപ്പോഴും അവരുടെ വലിയ തന്നെയാണ് ഉണ്ടാവുക, എടുപ്പാണ് കാണിക്കുക. അപ്പൊ അള്ളാഹു പറഞ്ഞ ആ പണിക്കഞ്ഞ് നിർത്തി. നിങ്ങളെ പാർട്ടിയും സംഘടനവും മതവും ജാതിയും സമുദായവും ഓർമ്മിക്കുന്നതിന് പകരം അള്ളാഹുവിനെ ഓർമ്മിക്കുക. ഓർമ്മകൾ ഉണ്ടായിരിക്കണം നീ തുടങ്ങിയത് മുതൽ മടങ്ങുന്നത് വരെ. ഹജ്ജിനല്ല, നിന്റെ ജനനം മുതൽ മരണം വരെ ആരാണ്, എന്താണ്, എവിടെന്നാണ് നീ എന്ന് നിനക്ക് ഓർമ്മയുണ്ടാകണം. ആരെങ്കിലും നിന്റെ ഓർമ്മയെ വിസ്മൃതിയിലേക്ക് നയിക്കുന്നുവെങ്കിൽ അതാണ് പുതിയ കാലം. അതിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഓർമ്മകളെ തിരിച്ചു പിടിക്കാൻ, മസ്തിഷ്കത്തെ അതിന്റെ ശരിയായ നടപടികളിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോകാൻ. അതുകൊണ്ട് ജാതി മത വർഗ സമുദായ കുപ്പായങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് നേർക്കുനേരെ നീ അള്ളാഹുവിനോട് പറയൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോ പിന്നെ മുസ്ലിങ്ങൾ വന്നു എന്നപ്പോ പിന്നെ അവിടെ ജാതി മതവും ഗോത്രവും വർഗവും സമുദായമൊന്നുമില്ല. അള്ളാഹുവിനെ കുറിച്ചും എങ്ങനെ ഓർക്കണം എന്ന് പോലും ചിലയിടത്തൊക്കെ ഇന്നതേ ചെല്ലാൻ പാടുള്ളൂ, ഇങ്ങനെ ചെല്ലാൻ പാടുള്ളൂ എന്നൊക്കെ പറയേണ്ട ഖുർആൻ. പക്ഷെ ഇവിടെ ഒന്നും അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു പേഴ്സണൽ രീതി ഉണ്ടാവുമല്ലോ, എന്തിനുണ്ടാവില്ല നമുക്കൊരു ഒരു വ്യക്തിപരമായ രീതി. എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹ് ഓർക്കൽ നിർബന്ധമാണ്. പക്ഷെ ഇന്ന വചനങ്ങൾ, ഇന്ന വാക്കുകൾ, ഇന്ന ശൈലി ഇതൊന്നുമില്ല. ആൾക്കാർ വിട്ടു നിൽക്കാണ്. നീ സ്വയം അലിഞ്ഞ് അയഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞ് ഏതെങ്കിലും ഒരു അതിരടയാളങ്ങളിൽ നിന്ന് നീ വീർപ്പുമുട്ടുന്നതിന് പകരം നീയും അള്ളാഹുവും മനുഷ്യരും കൂടി വിശാലമായ ഒരു ക്യാൻവാസിലേക്ക് കയറി നിൽക്കാൻ കഴിയുമാറ് ആരുടെയും ചങ്ങലകൾക്ക് വിധേയനാകാതെ മുൻപ് സന്മാർഗം നൽകപ്പെട്ടവരെ പോലെ വഴിപിടക്കപ്പെട്ടവരെ പോലെയല്ലാതെ നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുക. പിന്നെ അതിന്റെ ശേഷം പറയേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തു. അറഫയ്ക്ക് ഭയങ്കര പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുന്ന അറഫയുടെ ദിവസത്തെ നോമ്പിന് നോമ്പുള്ള വളരെ പ്രധാനപ്പെട്ട നോമ്പുകളിലൊന്ന് എല്ലാവരും എടുക്കണം. നിങ്ങൾ കുട്ടികളെ മക്കളൊക്കെ എടുപ്പിക്കണം. സംഘപരിവാറിന്റെ കാലത്ത് അതിലൊക്കെ പ്രതിരോധമുണ്ട്. നമ്മുടെ ശീലങ്ങളെ തിരിച്ചു പിടിക്കുന്നതിൽ ദീനിന്റെ അടിസ്ഥാനങ്ങളെ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാനും അതിൽ നിന്ന് തട്ടിക്കൊളിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ചു പിടിക്കണം. നിങ്ങൾ നോമ്പെടുക്കണേന് ആരാ എതിർക്കുക? ആരുണ്ടാവില്ലല്ലോ. സ്വയം എടുക്കാം. നമ്മൾ സ്വയം മനസ്സന്മാരായിട്ട് മാറാണ് ചെയ്യുക. കഴിഞ്ഞ ഒരു വർഷത്തെയും ഹജ്ജ് അവസാനത്തെ മാസമാണ്.
ഇസ്ലാമിൽ. അതാണ് അതിന്റെ ദിവസം. മുഹറം വരാൻ പോവാണ്, പുതുവർഷം മുഹറമാണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞുപോയ ഒന്നിനെയും വരാനിരിക്കുന്ന ഒന്നിനെയും 2 വർഷങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്തു തരുമെന്ന് കരുണാവാരിധിയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാ നോമ്പെടുക്കണം. അറഫ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി ഈ ദിവസങ്ങളുടെയൊക്കെ വെള്ളിയാഴ്ചനൊക്കെ നിങ്ങൾ എങ്ങനെ സമീപിച്ച് എനിക്കറിയില്ല. ഈദുൽ ഹജ്ജിൽ ഇത്രയും പുണ്യകരമായ ഒരു ദിവസം ഞാൻ അറഫയാണ് ഉണ്ടാവുക, പിന്നെ വലിയ പെരുന്നാൾ. ഈ വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ അയ്യാമത്ത് ശരീക്കിന്റെ ദിവസങ്ങൾ വരെ വളരെ മനോഹരമായ രീതിയിൽ ഈ ദിവസങ്ങളുടെ പുണ്യങ്ങൾ കൈവശപ്പെടുത്താൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക, നമ്മൾക്ക് ശ്രമിക്കുക. ധാരാളം പ്രാർത്ഥിച്ചു, ധാരാളം ഖുർആൻ പാരായണം ചെയ്തു, ധാരാളം സുന്നത്തുകൾ നമസ്കരിച്ചു, ധാരാളമായി തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നിർവഹിച്ചുകൊണ്ട് റമളാൻ മാസത്തിലെ പോലെ തന്നെ ഹജ്ജിന്റെ ഓരോ നാളെ അറഫയിലാണ്, ഇന്ന് മിനയിലാണ്, മറ്റന്നാൾ മുസ്ദലിഫയിലാണ്, പിന്നെ ജംറത്തുൽ അഖബയിൽ കല്ലെറിയാൻ വരികയാണ്. അതിന്റെയൊക്കെ കൂടെ നമ്മളൊക്കെ സഞ്ചരിക്കുക. അങ്ങനെ ഹജ്ജിന്റെ വികാരങ്ങൾ, അതിന്റെ വിചാരങ്ങൾ, അതിന്റെ കർമ്മങ്ങൾ നമ്മളിൽ കൂടി സ്വാധീനം ചെലുത്തുന്ന രൂപത്തിൽ ഹജ്ജിനെയും ബലികർമ്മങ്ങളെയും ഒക്കെ വലിയ പെരുന്നാളിനെയും ഒക്കെ ഏറ്റെടുക്കാൻ, അതിൽ അള്ളാഹുവിന്റെ വിധികൾ പാലിക്കാൻ ശ്രമിക്കണമെന്ന് നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. നമ്മൾക്ക് ഈദ്ഗാഹാണ്. ഈദ്ഗാഹിലേക്ക് നിങ്ങൾ നേരത്തെ വരിക, തക്ബീറൊക്കെ ചൊല്ലിയിട്ട് വരിക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. വീട്ടിലൊക്കെ രാവിലെ എണീച്ച എല്ലാവരും തക്ബീറൊക്കെ ചൊല്ലുക. തലേന്ന് രാത്രി മുതലേ തക്ബീറുകളൊക്കെ ചൊല്ലുക. 3 ദിവസം പെരുന്നാൾ കഴിഞ്ഞിട്ട് 3 ദിവസം, 3ാമത്തെ ദിവസം അസർ വരെ ആ തക്ബീർ ചൊല്ലലൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. എല്ലാ ടി വിയൊക്കെ തുറന്നുവെച്ച് മൊബൈലിലേക്ക് ആണ്ടുകൊണ്ടിറങ്ങി ഒരു തക്ബീർ, പിന്നെ തക്ബീറൊക്കെ അതിലാണ് ചെല്ലുക. അതിൽ ചെല്ലുകൊണ്ടൊന്നും തക്ബീറ നിങ്ങളിരുന്ന് ചെല്ലേ, നമ്മുടെ കുട്ടികളെയും മക്കളെയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിലനിർത്താൻ കൂടി ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്. കരുണാവാരിധി അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായൊരു പെരുന്നാളും ഹജ്ജിന്റെ ഓർമ്മകളും നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരികളും ഇണകളും സഹപ്രവർത്തകരും മക്കളും നേതാക്കന്മാരും ഉണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മനുഷ്യ സമൂഹത്തെയും ഇസ്ലാമിക ഉമ്മത്തിനെയും പ്രതിനിധീകരിച്ച് ഹജ്ജിന് വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം ചെയ്ത് തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന്റെ എല്ലാ ഓർമ്മകളും മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്മായിൽ, ആദറ ധാരാളമുണ്ട്. ആ ഒരു കുടുംബത്തെ പോലെ നമ്മളുടെ കുടുംബത്തിനെയും നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും ഓർത്തെടുക്കാൻ അള്ളാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാവിപ്ലവകാരിയായിരുന്നു, വിമോചകനായിരുന്നു. നമുക്കൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശങ്ങളെ ആവാഹിച്ച് നമ്മൾ ജീവിക്കുന്നിടത്ത്, നമ്മുടെ കാലത്ത്, നമ്മുടെ സമയത്ത് വിപ്ലവകാരികളും വിമോചകന്മാരും പ്രബോധകന്മാരുമായിട്ട് മാറാൻ നമ്മെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ഈ നാടിന് സമാധാനം നൽകി, സുരക്ഷിതത്വം നൽകി, സംതൃപ്തമായ അന്തരീക്ഷങ്ങൾ നൽകി ഇന്ത്യയെ, കേരളത്തെ, തൃശൂരിനെ, മലപ്പുറത്തെ, ഞങ്ങളുടെ ചെറിയ പ്രദേശങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. വംശീയതയും ജാതീയതയും വർഗീയതയും ഒക്കെ പൂത്തുലഞ്ഞ് മാരകമായ സ്വഭാവത്തിൽ മനുഷ്യരെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവെ, സൗഹൃദവും സാഹോദര്യവും സമാധാനവും നിലനിൽക്കുന്ന ഭാവി നൽകി ഈ രാജ്യത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, നിന്റെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, നല്ലൊരു പ്രബോധകന്മാരയച്ച് ഈ നാടിനെ നീ സഹായിക്കണം, നിന്റെ ആയത്തുകൾ വിശദീകരിക്കുന്ന, ഈ നാടിനെ ശുദ്ധീകരിക്കുന്ന, ഇവിടുത്തെ മനുഷ്യർക്ക് ഏറ്റവും നന്നായി നിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അള്ളാഹുവെ, ഞങ്ങളുടെ രാജ്യത്തും നല്ല പ്രബോധകന്മാരെ, യോഗ്യരായ മുസ്ലിം വ്യക്തിത്വങ്ങളെ നൽകി ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ ദൌത്യങ്ങൾ നിർവഹിക്കാൻ കരുത്തുള്ള പ്രവാചകന്മാരെ പോലുള്ള വ്യക്തിത്വങ്ങളെ നൽകി അള്ളാഹുവെ, ഈ നാട്ടിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ നാട്ടിലെ മനുഷ്യരിലേക്ക് നിന്റെ ദീനിന്റെ വെളിച്ചവുമായി കടന്നു ചെല്ലാൻ നീ ഞങ്ങളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, അറിഞ്ഞും അറിയാതെയൊക്കെ ധാരാളം തെറ്റുകളും മറ്റും ഞങ്ങൾക്കൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ പുണ്യകരമായ ദിനരാത്രങ്ങളെയും ഇതിന്റെ അനുഗ്രഹങ്ങളെയും മുൻനിർത്തി അള്ളാഹുവെ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണമേ തമ്പുരാനെ. ഈ ദിവസത്തിലെ എല്ലാ നന്മകളും നടപടികളും നീ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നൽകി നീ സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ. വീഴ്ചകളും പോരായ്മകളും ഒക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളെയും കുട്ടികളെയും നീ അനുഗ്രഹിക്കണേ നാഥ. കണ്ണിന് കുളിർമ നൽകുന്ന, കാഴ്ചകൾ നൽകുന്ന ഇണകളും മക്കളുമായിട്ട് മാറാൻ
ഞങ്ങളുടെ കുടുംബ സംവിധാനങ്ങളെ നീ തുണക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉമ്മ ഉപ്പ, അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. രോഗത്തിലാണവർ, വാർദ്ധക്യത്തിലാണവർ, അവശതയിലാണവർ. പലരും നിന്റെ വിളിക്കുത്തരം നൽകാൻ കാത്തിരിക്കുന്നു. കരുണാവാരി അള്ളാഹുവേ, അവരുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ആഫിയത്തും സലാമത്തും റാഹത്തും നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ച ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഞങ്ങളുടെ ഇണകളും കുട്ടികളും ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ സഹപ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളീ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരും നമ്മൾ കണ്ടിട്ടില്ലേ? ഈ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ കൂടെ ഞങ്ങളൊക്കെ പറയുന്ന അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ഒക്കെ ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിൽ അവരോടൊപ്പം അതേ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ സാധുക്കളും പാവങ്ങളുമായ ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر الكفر والكافرين والنفاق والمنافقين والكفر والكافرين. اللهم انصر من نصر دين محمد صلى الله عليه وسلم.